എല്ലാ സിനിമയും നമുക്ക് വളരെ പ്രിയപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻറ്റും എല്ലാം സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ഓഫ് കോഴ്സ് ഇപ്പോൾ അസ്കർ ആയാലും ഇവിടെയുള്ള എല്ലാവരുമായിട്ടും ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈ ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ വളരെ നല്ല ഫ്രണ്ട്സായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒരു നല്ല വൻ സക്സസ് ആവണം എന്ന് തന്നെയാണ് എൻ്റെയും ഞങ്ങളുടെ ഫുൾ എൻ്റെ ടീമിൻ്റെയും ആഗ്രഹം. മമ്മൂക്ക എത്തിയിട്ടില്ല. മമ്മൂക്കനെ ഇതിനു മുമ്പ് ഇടയ്ക്ക് കണ്ടിരുന്നു, ചെന്നൈ വെച്ച് കണ്ടിരുന്നു. അപ്പം ഞാൻ തുടങ്ങി. അപ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളുടെ നമസ്കാരം, ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും വന്നതിലും. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ സിനിമ, ട്രിവാൻഡ്രത്തല്ല ഓൾ കേരള, നാളെ റിലീസാണ് ദി കേസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങളാരും ഒന്നും ചോദിക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാം പറയാം. അപ്പോൾ എൻ്റെ ഡയറക്ടറുണ്ട് ദിലീപ് നാരായണൻ, അദ്ദേഹത്തിൻ്റെ ആദ്യം കൊടുക്കാം. നമസ്കാരം, എൻ്റെ പേര് ദിലീപ് നാരായണൻ. എൻ്റെ ഫസ്റ്റ് സിനിമയാണ് കേസ് ഡയറി. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബെൻസി പ്രൊഡക്ഷൻ. പിന്നെ പടത്തിൻ്റെ പേര് ദി കേസ് ഡയറി. അപ്പോൾ നാളെ റിലീസാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല, നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, അതാണ് പറയാനുള്ളത്. പിന്നെ എന്തായാലും എനിക്ക് ഒരുപാട് തൊണ്ടായതായിട്ട് കുറേ ഒരു മാസം കൂടി ഫീൽ നടന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ ഇതൊന്നും പറയാനുള്ളൂ. ഇനി എല്ലാവർക്കും ചോദിക്കാണ്ട. കഥ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണിത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. അങ്ങനെ നോക്കിയതേക്കണം. ക്രൈമാണ് ത്രില്ല എല്ലാതും ഉണ്ട്. ഫാമിലി, കോളേജ്, എല്ലാതും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന എല്ലാ സിനിമ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കയറ്റിയേക്കുന്നത്. നമുക്ക് പ്രേക്ഷകരുടെ മനസ്സുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് നമുക്ക് തന്നു സന്തോഷ്. പിന്നെ സ്റ്റോറി നമുക്ക് വിവേക് ഷെയ്യും, അവർ സ്റ്റോറി സന്തോഷ് സാറ് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് തന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മ. പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സുസാറിൻ്റെ പോലുള്ള ആളുടെ കൂടെ വരയ്ക്കാൻ പറ്റും, എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കാം. നമുക്ക് ശരിക്കും കൂട്ടായ്മയായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ നായകന്മാർ രണ്ടുപേര് ഇതേ അപ്പുറത്തിരിക്കുക. അപ്പോൾ ശാശി തമിഴിൽ നിന്ന് വന്നേക്കുന്നു. പിന്നെ നീരജ നമ്മുടെ കോഴിക്കോട്. പടം നല്ലൊരു പടമാണ്. അപ്പം എല്ലാവരും കാണാം, അതാണ് എനിക്ക് പറയാനുള്ളത്. നാളെ പിന്നെ പറയാനുള്ളത്, ജനങ്ങൾ ഇതിൻ്റെ ട്രെയിലർ സ്വീകരിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പടം അത് 1 മില്യൺ അടിച്ചു. അതൊരു വലിയൊരു ഭാഗ്യം എനിക്ക്. ഇത് എൻ്റെ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങി എനിക്ക് 1 മില്യൺ അടിക്കുമ്പോഴേക്കും നമുക്ക് എല്ലാവരും ജനങ്ങളത് സ്വീകരിച്ചു എന്നുള്ള രീതിയാണ്. ബാക്കിയുള്ള ഇനി സിനിമ നാളെ ഇറങ്ങുന്നു. അപ്പോൾ അതും വിജയിക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നു. ബാക്കി നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നു. മുടക്ക് പ്രൊഡ്യൂസ് മുടക്ക് 100 കോടിയാ? 100 കോടി ഒന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും സാധാരണ പടത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു മുടക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ 2 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സിനിമ. ഈ സ്റ്റോറി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഞങ്ങൾ ഒരു 1.5 കൊല്ലം ബ്രേക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഒരു ഘട്ടത്തേക്ക് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ആദ്യം ഒരു ഷൂട്ട് ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് ഈ നമ്മുടെ കഥാപാത്രങ്ങളും അതിൻ്റെ അനുസരിച്ചുള്ള പോലീസ് വേഷത്തിന് വേണ്ടിയിട്ട് ബോഡി ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അഷ്കർ അങ്ങനെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തത്. നമ്മളൊരു മേക്കിങ്ങിൽ അത് മേക്കപ്പിൽ മാറ്റാൻ അതൊന്നും ചെയ്തില്ല. ആ സ്റ്റോറി 2 ഘട്ടങ്ങളായിട്ട് അങ്ങനെ വന്ന കാരണമാണ് ഇപ്പോൾ ശരിക്കും ആ പടത്തിന് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഫീലിങ്ങും നമുക്ക് ആ പടം കാണുമ്പോൾ വന്നിട്ടുണ്ട് കറക്റ്റ്. പൈസ പറയണ കോടി വേറില്ല. അത് നമുക്ക് അറിഞ്ഞോടാം. ഒരു പടപ്പ് നിന്ന് എടുക്കാൻ ഇത്രയും ഇതിൽ തരക്കാരില്ലാത്ത കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ നായികന്മാർ 2 പേരിരിക്കുക. ഞാൻ എൻ്റെ നമ്മുടെ അന്യനാട്ടിൽ നിന്ന് വന്ന നമ്മുടെ സാക്ഷിക്ക് ഞാൻ ഇത് കൈമാറാം.
ஹாய் எல்லாருக்கும் வணக்கம். ரொம்பவே சந்தோஷமாக இருக்குது தட் நீங்களாம் வந்திருக்கீங்க இன்றைக்கி ட்ரிவாண்ட்ரம் நம்ம ப்ரெஸ் மீட்க்கு. அண்ட் நாளைக்கு படம் ரிலீஸ் ஆகுது, த கேஸ் டைரி, 21st ஆகஸ்ட். இந்த படம் சார் சொன்ன மாதிரி ஒரு பயங்கரமான சஸ்பென்ஸ் க்ரைம் இன்வெஸ்டிகேஷன் த்ரில்லர். பட் அது மாத்திரம் இல்லை, ஏன்னா படத்தில் தெர் இஸ் அ லாட் ஆஃப் ஃபைட் சீன்ஸ், ஸ்டன் சீன்ஸ், ரொமான்ஸ், ஸோ எல்லாமே இருக்குது. ஒரு ஃபுல் ஃப்ளெஜட் பேக்கேஜ் படமாக இருக்கும். அண்ட் கண்டிப்பாக இதுக்கு நான் ஃபஸ்ட்டு தேங்க்ஸ் சொல்லணும் நம்ம ப்ரொடியூசர் சாருக்கு, நம்ம அப்துல் நாசர் சார். ஏன்னா அவங்களோட பேஷன் ஃபார் சினிமா அண்ட் ஆர்ட் அண்ட் கல்ச்சர்னால தான் நாங்கள் எல்லாருமே இங்கே இருக்கோம். நெக்ஸ்ட்டு தேங்க்ஸ் சொல்லணுன்னா கண்டிப்பாக சுகுமார் சார் அண்ட் திலீப் சார். ஸோ சச் அமேசிங் டைரெக்ஷன், அமேசிங் ஸ்க்ரீன் ப்ளே, அமேசிங் ரைட்டிங். ஏகே சந்தோஷ் சார் பற்றி சொல்லி ஆகணும். அமேசிங் டைலாக் கொடுத்துருக்காங்க. அண்ட் கம்ப்ளீட் காஸ்ட் அண்ட் க்ரூ. அஃப்கோர்ஸ் அஷ்கர் கூட என்னோடய செகண்ட் படம் இது. ஸோ ஐம் வெரி வெரி ஹாப்பி, ஆனர்ட் அண்ட் பிளெஸ்ட் டு ப்ளே அஷ்கர்ஸ் ஹீரோயின் ஃபார் த செகண்ட் டைம். அண்ட் தி என்டையர் காஸ்ட் அண்ட் க்ரூ. ஸோ நிறைய ஹார்ட் ஒர்க் போட்டிருக்கோம். ஸோ ப்ளீஸ் படம் பாருங்கள், தியேட்டர் போய்ட்டு பாருங்கள், அண்ட் உங்களோட ஃபீட்பேக் கொடுங்க. கண்டிப்பாக நீங்கள் என்ஜாய் பண்ணுவீங்க. தேங்க்யூ. ഞാൻ നീരജയ്ക്ക് കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ ഒരു ഇച്ചിരി വൈകി, അപ്പോൾ അതിനാദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഒരു മൂവി നാളെ റിലീസാവുകയാണ്. മാക്സിമം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓഡിയൻസിലേക്ക് ഈ ഒരു മൂവിയുടെ ഇതെത്തിക്കേണ്ടത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഈ ഒരു മൂവി ദ കേസ് ഡയറി നമ്മുടെ പ്രൊഡ്യൂസർ ബെൻസി പ്രൊഡക്ഷൻ്റെ 13ാമത്തെ മൂവിയാണ്. അതിൽ ഞാൻ രാഹുൽ മാധവ്, മറ്റൊരു ഹീറോ, അവരുടെ പെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ 2 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. അത് നമ്മളുടെ ഈ ഒരു സ്റ്റോറി അതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് നാളെ റിലീസാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക് യു. നാളെ നമുക്കൊരു 96 തിയേറ്റർ വന്നിട്ടുണ്ട്, 196. നമ്മളതിൽ തന്നെ നിർത്താനിച്ചിട്ട് നിൽക്കണേ. ഇനി വന്നുകൊണ്ടിരിക്കണ്ടേ, നമ്മളത് വേണ്ട. നമുക്ക് അതിൻ്റെ 100ൻ്റെ താഴെ 102 വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ട്രെയിലറും മറ്റുള്ള ഇത് കാണുമ്പോൾ അവർ ഇപ്പോഴും വരാം. അപ്പം നമ്മളത് നിന്ന് എടുക്കണില്ല. ഇതിൽ വെച്ചിട്ട് നമുക്ക് പോവാമെന്നുള്ളൊരു ഉദ്ദേശം. ഏതാ? ഹലോ, ആ ഓ ഇനി ആദ്യം ഞങ്ങളുടെ ഈ നാളെ ഈ സിനിമയിൽ നിന്ന് ഇറങ്ങി ഒന്ന് എല്ലാവരും കണ്ട് ഒന്ന് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ സിനിമയൊക്കെ ചെയ്യാം ആഗ്രഹമുണ്ട്, അല്ലേ സാറേ? അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. ഇതിൽ വേറെ കഥാപാത്രം വിജയരാഘവൻ ചേട്ടനാണ്. അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ റിലീസാകാൻ പോകുന്ന ഫസ്റ്റ് മൂവിയാണ് നമ്മുടെ ദി കേസ് ഡയറി. അദ്ദേഹം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ രാഹുൽ മാധവ്, പിന്നെ രാഹുൽ മാധവ്, ബാല, ഗോകുലൻ, റിയാസ് ഖാൻ, അങ്ങനെ ഒത്തിരി താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഞങ്ങളുടെ സാക്ഷി അഗർവാൾ, നീരജ, പിന്നെ എബിൻ, അദ്ദേഹത്തിന് പുതിയ മൂവിയാണ്. പിന്നെ ഒരുപാട് താരനിരയുള്ള ഒരു സിനിമയാണ്. നല്ല ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബിജുക്കുട്ടൻ ചേട്ടൻ ചെയ്യുന്നത്. ആക്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ മൂവി തന്നെയാണ്. ഞാനത് മറന്നു, നിങ്ങൾ മറന്നേക്കൂ. എല്ലാവരും മറന്നു, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഇത് പോയി, അത് ചുമ്മാ ആവശ്യമില്ല. വേറെ എന്തെങ്കിലും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നുമില്ലേ? ചോദിക്കൂ. First of all, I love Malayalam cinema. I love. And main thing is, inge irukra simple not vachu beautiful script writing irukku. So I love that. And especially in the film you're asking me specifically,
So in the movie la pathingana, I've got the chance to explore a lot of stunts. There is a fantastic sequence for iniki. Not many heroines get a full-fledged stunt sequence. So me having being trained in that, I got the opportunity to explore that, which I think I'm blessed. And second thing, ஒரு song இருக்கு இந்த மூவியில். There is a beautiful song in which கேரளாவோட நிறைய கல்ச்சர் எக்ஸ்பீரியன்ஸ் பண்ணேன். மோகினி ஆட்டம், பரதநாட்டியம், கலரி, பாட்ரி மேக்கிங், ஃபார்மிங். ஸோ கேரளாவோட இன்டீரியர்ஸில் போயிட்டு நானும் அஷ்கரும் அந்த சாங்கில் we've experienced lot of cultures, 9 to 10 cultures. So, and of course the character is a beautiful character. So Banu, Dr. Banu. So I wanted to experience all of this, especially under the direction of such an amazing director like Sukumar sir and Dilip sir. So it's an honor for me. That's what brings me to this film. And of course our production house. For me, Benzi Production is more than a production house. எனக்கு ஒரு family மாதிரி. So they've always treated me, sir has always treated me like a daughter. எனக்கு இது ஒரு home away from home. I would love to come back again and again. ഞങ്ങളുടെ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഞങ്ങൾ ഗോകുലൻ അദ്ദേഹത്തിന് കൊടുക്കും. ഗോകുലിൻ്റെ കഥാപാത്രത്തെ പറ്റി പറയും. ഒരു സെക്കൻഡ്, പുറകിലുള്ളവരൊന്ന് നിശബ്ദത പാലിച്ച ഉപകാരമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. അതിൽ സന്തോഷമുണ്ട്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ദ കേസ് ഡയറിയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ നാളെ നമ്മുടെ സിനിമ റിലീസാവുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്കർ സൗദാൻ എന്ന് പറഞ്ഞ ഒരു പുതിയ നായകൻ മലയാള സിനിമയിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പ്രിയപ്പെട്ട വിജയരാഘവൻ ചേട്ടൻ, അതുപോലെ തന്നെ റിയാസ് ഖാൻ, ബാല, ബിജുക്കുട്ടൻ ചേട്ടൻ, ഞാൻ, കിച്ചു ടെല്ലസ്, അമീർ നിയാസ്, എബിൻ, നീരജ, സാക്ഷി എല്ലാവരും ഉണ്ട്. ഈ സിനിമയെപ്പറ്റി എനിക്ക് തോന്നിയത്, എനിക്ക് പറയാനുള്ളത്, എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. കാര്യം ഇതൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണെങ്കിലും സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയാണ്. അതായത് പറഞ്ഞ പോലെ ഇതിനകത്തൊരു പ്രണയമുണ്ട്, ആക്ഷനുണ്ട്, സൗഹൃദമുണ്ട്, കോമഡി ഉണ്ട്. അപ്പോൾ ആ ഒരു ക്രൈം സിനിമ ജോണറാണെങ്കിൽ പോലും എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാവുന്ന മറ്റെല്ലാ ഫ്ലവേഴ്സും സിനിമയിലുണ്ട്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡയറക്ടർ ദിലീപേട്ടൻ അത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. അതിനേക്കാൾ ഉപരി നാളെ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കഴിയുന്ന സപ്പോർട്ട് നമുക്ക് വേണം. പ്രേക്ഷകരിലേക്ക് ഈ സിനിമ, ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എത്തിക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ആ പങ്ക് അത് ആ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ശരിക്ക് സ്റ്റോറി റിയൽ തന്നെ. അത് നമ്മുടെ അവരിവിടെ വന്നിട്ടുണ്ട്, അവിടെ നിൽക്കണ് നമ്മുടെ സ്റ്റോറി കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വന്നത് സ്റ്റോറിയും കൊണ്ട്. അപ്പോൾ ആ സ്റ്റോറി കേട്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒക്കെ സന്തോഷ് സാറിനെ വിളിച്ച്, അപ്പോൾ ഞങ്ങൾ ഒരു 3 പേരും 4 പേരും എല്ലാവരും ഇരുന്നിട്ട് ആ സ്റ്റോറി വർക്കൗട്ട് ചെയ്ത് നല്ലൊരു, ശരിക്ക് അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരു വേറിട്ടിട്ട്, എല്ലാവരും ത്രില്ലർ മൂവി കുറേ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിന് വേറിട്ടിട്ടുള്ളൊരു സബ്ജക്റ്റ് വേണമെന്നുള്ള ഒരു തീരുമാനം വന്നു. അങ്ങനെ അത് വർക്കൗട്ട് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ 2 ഘട്ടങ്ങളിൽ. ആരെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അവർ വരുമോ, പക്ഷെ എല്ലാവരും അത് ഒത്തുകൂടിയപ്പോൾ നമുക്ക് നല്ല ആ വിചാരിച്ച സ്റ്റോറിയുടെ അവിടേക്ക് എത്തി. നിങ്ങൾ ചോദിച്ച ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച എബിൻ്റെ കൂടെ വരുന്നു. ഹായ്, ഞാൻ അബിൻ. എൻ്റെ ആദ്യത്തെ പടമാണിത്. എനിക്ക്
ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ദിലീപ് നാരായൺ ഡയറക്ടർ, സുഖേട്ടൻ, ഇവരൊക്കെ ഒപ്പം. സുഖേട്ടനൊക്കെ ഞാൻ ആ സെറ്റിൽ വരുമ്പോൾ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുഖേട്ടൻ അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എൻ്റെ അടുത്തും. നമുക്ക് എന്ത് തെറ്റ് വരുമ്പോഴൊക്കെ സുഖേട്ടൻ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്തു. അതേപോലെ വിജയരാഘവൻ ചേട്ടൻ, എല്ലാവരുമായിട്ടും അഭിനയിക്കാൻ പറ്റി. അപ്പം എല്ലാവരും നാളെ ഈ പടം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് പടം കൂടിയാണിത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഈ സിനിമ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്കാനെ കൊണ്ടൊരു കേക്ക് മുറിക്കാൻ, മമ്മൂക്കാൻ്റെ കൂടെ കേക്ക് മുറിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. താല്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനൊരു അവസരം കിട്ടിയാൽ അത് ഷുവറായിട്ടും ഒരവസരം ഉണ്ടാക്കി തരുമോ? ലൊക്കേഷൻ പൊന്നാനി, കോവളം, ഗോവ, ഒറ്റപ്പാലം, പൊള്ളാച്ചി, പിന്നെ ശ്രീരംഗം, തൃച്ചി, ശ്രീരംഗം എന്നിവിടങ്ങളിലായിരുന്നു നമ്മുടെ. അതൊരു കേസ് അന്വേഷിക്കാൻ വരുന്നു, ഒരു കൊലപാതകം നടക്കുന്നു, അതിൻ്റെ അന്വേഷണമായിട്ട് വരുന്നു. അതിനെന്നെ സഹായിക്കുന്ന കഥാപാത്രമാണ് വ്ളാഡിമർ എന്നാണ് ഗോകുലൻ്റെ പേര്. വ്ളാഡിമർ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ക്രിസ്റ്റി സാം എന്നാണ്. പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലേ ക്രൈം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ. വിമർശിച്ച ആർക്കാ മാനസികമായിട്ട് ബാധിക്കാത്തത്? അതെല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വിമർശിക്കാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കാം, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഇല്ലാതെ വെറുതെ വിമർശിച്ചിട്ട് കാര്യമുണ്ട്. വലിയ ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്, എല്ലാ ഇതും ഉണ്ടാവും. കാരണം നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ചാലേ നിലനിൽക്കാൻ പറ്റില്ല. ഫാമിലി ഉണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് കാര്യമില്ല. സ്ട്രഗിളിങ് എല്ലാവർക്കും ഉള്ളത്. എല്ലാം നമ്മുടെ ജീവിതകാലം മൊത്തം സ്ട്രഗിളിങ് പീരീഡ് ആയിരിക്കും. സ്ട്രഗിൾ ചെയ്ത് പോകാനല്ലേ പറ്റുള്ളൂ. അത് പലരും പറയാറുണ്ട്, സിനിമയിൽ എൻ്റെ കഥാപാത്രങ്ങളിലില്ല, ഞാനത് മാക്സിമം ഞാൻ ആ കഥാപാത്രമായിട്ട് ചെയ്യാറുണ്ട്. സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ അമ്മാവനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെ സൈഡ് വ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ, അത് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ബെൻസി പ്രൊഡക്ഷൻ്റെ മൂന്നാമത്തെ ഫിലിമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് DNA ആയിരുന്നു, അത് കഴിഞ്ഞ് ബെസ്റ്റി, ഇപ്പോൾ ദി കേസ് ഡയറി. ബെസ്റ്റിയിലും ദി കേസ് ഡയറിയിലും എൻ്റെ നായികയായിട്ട് സാക്ഷി അർവാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ചിത്രമാണിത്. പിന്നെ സാക്ഷിയുടെ ഒരു നല്ല ഫൈറ്റ് ഉണ്ട് ഇതിൽ, നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു 5 ആക്ഷൻ സീക്വൻസ് ഉണ്ട്. നമ്മുടെ PROs ജോസായിട്ട് കുറേ സതീഷുണ്ട്, പിന്നെ ദിനേശ് ചേട്ടൻ, പിന്നെ നമ്മുടെ ഇവർ രണ്ടാള്, മഞ്ജു ഇതിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് എല്ലാവരും ഒരു കൂട്ടായ്മയിൽ എല്ലാവരും വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ PRസിനെ നമ്മൾ ഈ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പിന്നെ വാഴൂർ ജോസ് വന്നിട്ടില്ലേ, ഉണ്ട് വാഴൂർ ജോസ്. അപ്പം എല്ലാം വമ്പൻ PR നമ്മൾ എനിക്ക് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ ചിത്രം തീർച്ചയായിട്ടും കഴിഞ്ഞ ഫസ്റ്റ് പടം പോളേട്ടൻ്റെ വീട്, അതൊരു ഫാമിലി പടമായിരുന്നു. അത് 2014 ഞാൻ ചെയ്തതാണ്. അവിടുന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പടം ചെയ്തത്. കുറച്ച് പറയാം. എനിക്ക് കിട്ടേണ്ട ആക്ഷൻ ആയിരുന്നു ആ സാക്ഷി അടിച്ചുകൊണ്ട് പോയത്. Ashkar எப்போவுமே இப்படி தான், he'll keep pulling my legs. So see, it's not that action மட்டும் தான் பிடிக்கும்,
பட் ஆக்ஷன் சீக்வன்ஸஸும் பிடிக்கும். ஸோ ஐ வாண்ட் டு எக்ஸ்ப்ளோர் எவ்ரி ஜானர் ஆஃப் ஆக்டிங். வெறும் வந்து நம்ம ஒரு 4 டைலாக் பேசி டான்ஸ் ஆடிட்டு போகிறத தாண்டி ஒன்று எக்ஸ்ப்ளோர் பண்ணுறதுக்கு ஆப்பர்ச்சுனிட்டி கிடைக்குதுன்னா ஐ வில் டெஃபினெட்லி கிராப் இட். வெதர் இட்ஸ் ஆக்ஷன் ஆர் ஈவன் காமெடி, ஐ வுட் லவ் டு டூ காமெடி. இது வரைக்கும் நான் பண்ணல, பட் ஐ வுட் லவ் டு டூ இட். വ്ളാഡിമറിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വ്ളാഡിമറിന്റെ കഥാപാത്രത്തെ പറ്റി ഗോകുലിന്റെ കൊടുക്കട്ടെ. നിങ്ങളെന്താ ഒരു തിരുവനന്തപുരത്ത് വന്ന ഒരു സന്തോഷമില്ലാത്ത? ഞാൻ പറയാം. ഈ സിനിമയിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അഷ്കർ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എസ് ഐയുടെ ക്യാരക്ടറാണ്. ഇതിനു മുന്നേ ഞാൻ പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് 3 സിനിമയിൽ. അപ്പോൾ ഈ സിനിമയും കൂടി കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ മമ്മൂക്കൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമയിൽ ഒരു പോലീസുകാരനായിട്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സല്യൂട്ട് എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ്റെ കൂടെ ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ അഷ്കർ സൗദാൻ്റെ കൂടെ, അതായത് ആ സെയിം ഫാമിലിയിൽ നിന്നപ്പെട്ട ഒരാളുടെ കൂടെ സെയിം പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റു സിനിമ, പിന്നെ വേറൊരു കാര്യം, മറ്റു സിനിമകളിലെല്ലാം ഞാൻ പോലീസുകാരനായിട്ട് അഭിനയിച്ച മറ്റു സിനിമകളിലെല്ലാം ഞാൻ കോൺസ്റ്റബിൾ ആയിരുന്നു. ഒരു സിനിമയിൽ കോൺസ്റ്റബിൾ ആയിരുന്നു, തൊണ്ട് എന്ന സിനിമയിൽ ഡോഗ് സ്ക്വാഡിലെ പോലീസുകാരനായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഞാനൊരു SI ആണ്. ചെറിയൊരു പ്രൊമോഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ അഷ്കർ, ഈ സിനിമയുടെ പ്രധാന വേഷം ചെയ്യുന്ന അഷ്കർ സൗദാനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സന്ദർശനം സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട SI ആയിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അത് നമ്മുടെ സിനിമ കണ്ടിട്ട് വരുമ്പോൾ 2 അഭിപ്രായമല്ല ചോദിച്ചത്. അത് പ്രേക്ഷകർ കണ്ടിട്ട് അവരെ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞിട്ട് പോട്ടെ. ഇനി അതിൽ മോശമായാലും കുഴപ്പമില്ല, നല്ലതായാലും കുഴപ്പമില്ല. ചിലപ്പോൾ മോശമാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. പക്ഷെ അത് അവരങ്ങനെയൊന്നും പറഞ്ഞെന്നോണം നടക്കും. പക്ഷെ എൻ്റെ സിനിമയിൽ എൻ്റെ പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയാണ് ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. അത് അവരുടെ പരസ്യം കണ്ടിട്ട് ഫാമിലിയായാലും നേരത്തെ കഥ പറഞ്ഞ പോലെ അതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിഷ്ടം എല്ലാവരും നല്ല സിനിമ ആയിട്ട് വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആരാ അങ്ങനെ റിവ്യൂ നമുക്ക് പലരും പല രീതിയിൽ റിവ്യൂ ഇടും. അപ്പം നമുക്കൊരു പ്രേക്ഷകർക്കൊരു വിലത്തുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ള റിവ്യൂ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ലൊരു പടം വരുമ്പോൾ അവർ കാണാൻ റിവ്യൂ നോക്കാണ്ട് സിനിമയ്ക്ക് നമ്മളിതേപോലെ ഇരുന്നിട്ട് നമ്മൾ പറയുമ്പോൾ അത് നല്ലതാണെന്ന് പ്രേക്ഷകർ പോയിട്ട് കണ്ടിട്ട് വിലയിരുത്തലാണ് എൻ്റെ ഒരു അഭിപ്രായം. യെസ്, അശ്വിൻ ഗോപി. അശ്വിൻ ഗോപി അല്ല, അശ്വിൻ കോക്കാണ്. അദ്ദേഹത്തിന്റെ റിവ്യൂസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ സിനിമ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിനിമ നശിക്കേണ്ട കാര്യമില്ല. പ്രേക്ഷകരാണ് സിനിമ കാണുക. അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലുള്ള ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. കാരണം ഇരുകൈ നീട്ടി സ്വീകരിച്ച എന്തോ ഒരു സിനിമയുണ്ട്. റിവ്യൂ ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരു സിനിമ നശിയത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. അവരങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ ജോലി എന്ത് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. എനിക്ക് റിവ്യൂയുടെ മറ്റു കാര്യങ്ങൾ അതിനെപ്പറ്റി ഇടപെടാൻ എന്നെ പറ്റി എന്ത് വ്യക്തിത്വം പറഞ്ഞ് ഞാൻ എന്ത് പറയാൻ?
അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം. അവർ പറഞ്ഞ അവരുടെ ജോലി നോക്കി അവർ പോകുന്നു. നമ്മൾ നമ്മുടെ സ്ട്രേറ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജോലി എൻ്റെ ജോലി അഭിനയിക്കുന്ന ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വന്ന് നമ്മൾ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ നമ്മൾ കൊലപാതകം ചെയ്യുമ്പോഴൊക്കെ പറയും അതപ്പോൾ നോക്കാം. വിമർശകങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇതിപ്പോൾ ജോർജ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, ഒരു സ്വിച്ച് ഇട്ടതും പറഞ്ഞ് അതിൻ്റെ പുറകെ നമ്മൾ ആ സ്വിച്ചിൻ്റെ പുറകെ പോകേണ്ടതില്ല. നമ്മൾ നമ്മുടെ ജോലി പോകുക എന്നുള്ളതാണ് മെയിനായിട്ട്. അസ്വസ്ഥത നമ്മൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. താങ്കൾ ഒരാൾ ചീത്ത പറയുമ്പോൾ നമുക്കൊരു അത് മനുഷ്യനെ ദൈവം ജനിപ്പിച്ചത് അങ്ങനെയാണ്. വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും അപ്പം നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഫീൽ ചെയ്യും. അത് സ്വാഭാവികമാണ്. അല്ല അങ്ങനെ ഫീൽ ചെയ്ത് അല്ല അങ്ങനെ ഒരു വിഷമം വന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. നല്ല ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, നല്ല ഫാമിലിയെ പറ്റി പറയുന്നുണ്ട്, സുഹൃത്ത് ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്, നല്ല കൂട്ടുകാരുണ്ടാവണമെന്ന് പറയും. തെറ്റിദ്ധരിക്കപ്പെട്ട് സംഭവിക്കുന്ന ഒരു കാരണങ്ങൾ. അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ അതിൻ്റെ കറക്റ്റ് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് പ്രവർത്തിക്കുക എന്ന് പറയുന്ന നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നു. അല്ലേ സാർ? നമ്മൾ മുംബൈ ചെന്നൈ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് GCC പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ചേട്ടനാണെങ്കിൽ വന്നപ്പോഴേ എത്ര ബഡ്ജറ്റായി, എത്ര കോടി ക്ലബിൽ കയറും, ഇതൊക്കെ വരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് 100 കോടിയത് നമുക്ക് വേണ്ട. അത്യാവശ്യം നമ്മുടെ പ്രൊഡ്യൂസർക്ക് മുതൽ മുടക്കിനൊരു അദ്ദേഹത്തിന് നഷ്ടമില്ലാത്ത രീതിയിൽ തിരിച്ച് എമൗണ്ട് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രേക്ഷകർ നല്ല സിനിമയാണെന്ന് പറയുക, അതിന് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളേ ഉള്ളൂ. ഏതാ പ്രിവ്യൂ ഷോ നാളത്തെ ഷോ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ല, മമ്മൂക്ക കണ്ടില്ല. മമ്മൂക്ക എത്തിയിട്ടില്ലല്ലോ. മമ്മൂക്ക ഒരു വരവ് വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്, നിങ്ങളെപ്പോലെ. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് അമ്മ അസോസിയേഷൻ മെമ്പർഷിപ്പില്ല. എനിക്ക് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളുമല്ല. അത് നല്ല കാര്യമല്ലേ, സ്ത്രീകൾ വരട്ടെ, അവർ മുൻതൂക്കം നിൽക്കട്ടെ. ഓരോ മാറ്റങ്ങൾ നല്ലതല്ലേ എപ്പോഴും. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? കഥാതന്തു കിട്ടിയാൽ ചോദിക്കാമോ? അപ്പൊ അവരോട് ചോദിച്ചാൽ പോരെ കഥാതന്തു എന്താണെന്ന്? ഇത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പം അത് തന്നെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിട്ടു പറയാൻ പറ്റില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു അന്വേഷണത്തിൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സസ്പെൻസ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കഥാതന്തു എന്ന് വെച്ചാൽ ഈ നേരത്തെ അസ്കർ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പും ഫാമിലി സസ്പെൻസ് പിന്നെ നാച്ചുറലി കുറേ ആക്ഷൻ സീക്വൻസും എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഹോൾസം എൻ്റർടൈൻമെൻറ്റാണ് ഈ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കഥാതന്തു എന്ന് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടേ തന്നെ മനസ്സിലാക്കണം. കാരണം അതിൽ പ്ലോട്ടിലുള്ള ഒരു മെയിൻ ട്വിസ്റ്റ് അതാണ്. അത് നമുക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. മ്യൂസിക് ഡയറക്ടർ ഫോർ മ്യൂസിക് അല്ലേ, മധു ബാലകൃഷ്ണൻ. മധു ബാലകൃഷ്ണൻ ആദ്യമായിട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഒരു സോങ്, നല്ല സോങ്, വളരെ നല്ല സോങ്. പിന്നെ സിത്താര വിഷ്ണു മോഹൻ സിത്താര, മോഹൻ സിത്താര മോനാണ്. പിന്നെ പ്രകാശ് അലക്സാണ് ഇതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരുടെ ജോലി വളരെ നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നല്ല സോങ്സാണ്. പ്രകാശാണെങ്കിലും സിനിമയുടെ മൂഡിനനുസരിച്ചും ബാക്കിയുള്ള എല്ലാ ഒരു രീതിക്കനുസരിച്ച് വളരെ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ശരി.
ആരാ അസ്കർ കാണുമ്പോഴോ? അതിനിപ്പോൾ ക്യാമറ നോക്കണ്ടല്ലോ, നേരിട്ടുണ്ടാൽ തന്നെ അത് തന്നെയല്ലേ. അപ്പോൾ ചായ എന്തായാലും നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസിൽ ഒരു തരത്തിലുള്ള അനുകരണമായി തോന്നരുത് എന്നുള്ള സാധനം. അത് വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളെല്ലാവരും അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും നാച്ചുറലി. കാരണം നമ്മളെല്ലാവരും ആരെങ്കിലുമൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടും ആരെയൊക്കെ ഹീറോ ആയിട്ട് കണ്ടിട്ട് വളർന്നതിൻ്റെ ഇൻസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നാച്ചുറലി അമ്മാവനും ആയതുകൊണ്ടും എല്ലാം ഉണ്ട്. പക്ഷേ പെർഫോമൻസിൽ അത് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യില്ല, ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അസ്കറും ചെയ്തിട്ടില്ല. ഞാൻ പോലീസ് ഓഫീസറാകാൻ വേണ്ടി ഒന്ന് ബോഡി ഒന്ന് ഫിറ്റ് ആക്കിയിരുന്നു. കാരണം യൂണിഫോം ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കട്ടെ. അതിനുവേണ്ടി കുറേ കഷ്ടപ്പെട്ടു. അതാണ് 1.5 വർഷത്തെ ഗ്യാപ്പ്. ഞങ്ങൾ പല കഥാപാത്രങ്ങൾ പല രൂപത്തിലായി രണ്ടാമത്തെ കാലഘട്ടത്തിൽ വരുന്നത്. അതിനെല്ലാവരും തയ്യാറെടുപ്പെടുത്തു. ഞാൻ പോലീസ് ഓഫീസറാകാൻ വേണ്ടി കുറച്ച് കൂടുതൽ തയ്യാറെടുത്തു. പരീക്ഷിച്ച് മതിയായില്ലല്ലേ? അങ്ങനെ നമുക്ക് അല്ല അത് അല്ല തീർച്ചയായും കാണാൻ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ വളരെ പ്രിയമായി തോന്നുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. ബേസിക്കലി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ത്രില്ലർ ജോണറിലാണ്. പിന്നെ ആക്ഷൻസ്, നല്ല സീക്വൻസുകളൊക്കെ. ഇപ്പോൾ അസ്കറായാലും രാഹുലായാലും ഇപ്പോൾ സാക്ഷിയും ഒരു ഫൈറ്റ് ഉണ്ട് നല്ല. അപ്പോൾ ആക്ഷൻ സീക്വൻസും എല്ലാം നമുക്ക് എല്ലാവർക്കും അപ്പീലിംഗ് ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അല്ലാതെ ഒരു നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മൂവി നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് സ്പെഷ്യാലിറ്റി തോന്നുന്നതായി ഉണ്ടാവും. ചില സ്പെഷ്യാലിറ്റി, ചില മൊമെൻറ്റ്സൊക്കെ ചില സിനിമകളിൽ തോന്നും. പക്ഷേ ഒരു പ്രോജക്റ്റിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എല്ലാത്തിനോടും സെയിം തന്നെയാണ്. ഇല്ല, നായകനായിട്ട് ഇല്ല, സിനിമയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നിരുന്നു, ഞാനതൊന്നും 2 സിനിമ വന്നിരുന്നു ഹീറോ ആയിട്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഞാനത് രണ്ടും കമ്മിറ്റ് ചെയ്തിട്ടില്ല. കുറച്ചും കൂടി സമയം ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. അത് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചലഞ്ചിങ് ആണ്. ഞാൻ പറയാനുള്ള പോലെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയ ക്യാരക്ടറായാലും വലിയ ക്യാരക്ടറായാലും ഞാൻ വളരെ ബുദ്ധിമുട്ടാണ് അഭിനയിക്കുന്നത്. അതിപ്പോൾ ഒരു സീനിലെ ഒരു പാസിങ് ഷോട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ കൈ മാത്രം കാണുന്നൊരു ഷോട്ടാണെങ്കിൽ പോലും ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അത് അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചലഞ്ചിങ് ആണ്. ഞാൻ ഈസി ആയിട്ട് ഒരു സിനിമയിലും എനിക്ക് ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റാറില്ല. പക്ഷേ പറ്റാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല, പേഴ്സണലി അഭിനയിക്കാൻ ഞാൻ ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ചലഞ്ചിങ് ആണ്.